എന്ത് ക്രെഡിബിലിറ്റിയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ആർക്ക് വേണം ക്രെഡിബിലിറ്റി, വിശ്വാസ്യത? പിണറായി വിജയനെതിരെ 2 വാർത്ത എഴുതണം, പിണറായി വിജയനെ 2 പള്ളു പറയണം. ഇത് മാത്രമായി മാധ്യമപ്രവർത്തനം ചുരുങ്ങിക്കഴിഞ്ഞു. മലയാള മനോരമയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. മലയാള മനോരമ പ്രഖ്യാപിതമായ CPM വിരുദ്ധ ദിനപത്രമാണ്. കോൺഗ്രസിൻ്റെ UDFിൻ്റെ പത്രമാണ്. UDFിൻ്റെ ഘടകകക്ഷിയെ പോലെയാണ്, അല്ലെങ്കിൽ UDFിൻ്റെ ഉപദേശകനെ പോലെയാണ് മലയാള മനോരമ പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതിനുശേഷം എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾ പ്രൊഫഷണലാണ് എന്ന്. എന്ത് പ്രൊഫഷണൽ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയനെതിരെ പിണറായി വിജയൻ്റെ മകന് ED സമൻസ് അയച്ചു എന്ന് പറഞ്ഞ വാർത്ത. ആ വാർത്തയോടുകൂടി മലയാള മനോരമ എന്താണ് എന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ മാതൃഭൂമിയും അതേ വഴിക്കാണ്. മാതൃഭൂമി കൊടുത്ത ഒരു വാർത്ത, ആ വാർത്തയോടൊപ്പം കൊടുത്ത മറ്റൊരു വാർത്ത, ഈ 2 വാർത്തയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മാത്രം മതി. മാതൃഭൂമിയും അതേ വഴിക്ക് തന്നെയാണ്. ആർക്ക് വേണം ക്രെഡിബിലിറ്റി? എന്തിനാണ് നിങ്ങൾ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത്, വിശ്വാസ്യതയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് മാതൃഭൂമിയും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പിണറായി വിജയനെതിരെ 2 പള്ളു പറയണം, അത് മാത്രമാണ് ഞങ്ങളുടെയും ലക്ഷ്യം എന്ന് മാതൃഭൂമിയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട്. ഇന്നത്തെ മാതൃഭൂമി എന്ന് വെച്ചാൽ 2025 ഒക്ടോബർ 15 മാതൃഭൂമി ദിനപത്രത്തിൽ 6-ാം പേജിൽ വന്ന വാർത്തയാണ്. EDയുടെ ലാവ്ലിൻ അന്വേഷണം മരവിപ്പിൽ. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. എന്ന് വെച്ചാൽ ED ലാവ്ലിൻ കേസ് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു, ആ അന്വേഷണം മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നാണ് തലക്കെട്ട് പറയുന്നത്. അതിനുശേഷം വാർത്തയുണ്ട്, ഇതേക്കുറിച്ച് തന്നെ വാർത്തയുണ്ട്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ ഒരു കേസ് പോലും ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ നിലനിൽക്കുന്നില്ല. വിചാരണ കോടതി തന്നെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഹൈക്കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് CBI. 32 തവണ കേസെടുത്തു. CBI അഭിഭാഷകൻ ഹാജരാകാതിരിക്കുകയോ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? എന്തിനു വേണ്ടി? ഈ ചോദ്യമാണ് ചോദിക്കേണ്ടത്. സത്യത്തിൽ CBIക്കെതിരെയാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്തകൾ എഴുതേണ്ടത്. പക്ഷേ പിണറായി വിജയനെ ഇപ്പോഴും സംശയത്തിന് നിഴലിൽ നിർത്താൻ കഴിയുമോ എന്നാണ് മാധ്യമങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു മലയാള മനോരമയുടെ വാർത്ത. 2 ദിവസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴും മഴയ്ക്ക് ശേഷം മരം പെയ്യുന്നു എന്ന് പറയാറില്ലേ, അതുപോലെ ഒറ്റപ്പെട്ട വാർത്തകൾ ഇപ്പോഴും വരുന്നുണ്ട്. അതിലൊന്നാണ് EDയുടെ ലാവ്ലിൻ അന്വേഷണം മരവിപ്പിൽ എന്ന വാർത്ത, മാതൃഭൂമിയുടെ വാർത്ത. ആ വാർത്തയ്ക്ക് ഇടയിൽ മറ്റൊരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട്. നേരത്തെ കൊടുത്ത വാർത്തയെ പൊളിക്കുന്നതാണ് 2ാമത്തെ വാർത്ത. അതാണ് ഏറെ രസകരം. എഡിറ്റർ ഇതൊന്നും വായിച്ചു നോക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. വാർത്ത ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ മകന് ED അയച്ച സമൻസ് ചോർന്നതിൽ ദുരൂഹത. ED ഫയലിലുള്ള സമൻസിൽ സീലും ഡെസ്പാച്ച് നമ്പറും ഉണ്ടാകും. ഇവ പുറത്തു വന്ന സമൻസിൽ ഇല്ല. ഇങ്ങനെയൊരു സമൻസ് കിട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നു. ആലോചിച്ച് നോക്കണം, തീർന്നോ? മലയാള മനോരമയുടെ വാർത്തയെ മാതൃഭൂമി കൊല്ലുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ED അയക്കുന്ന സമൻസിൽ ഡെസ്പാച്ച് നമ്പർ ഉണ്ടാകും. 122/2025 എന്നോ അല്ലെങ്കിൽ 2023 എന്നോ അങ്ങനെ ഒരു നമ്പർ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സീലും ഉണ്ടാകും, ഡെസ്പാച്ച് സീലുണ്ടാകും. രണ്ടുമില്ല പുറത്തു വന്ന സമൻസിൽ. അപ്പോൾ ഈ സമൻസ് ED ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ, അതാണോ എന്നറിയില്ല. അതല്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തയ്യാറാക്കിയതാണോ ഒരു വാർത്തയ്ക്ക് വേണ്ടി, വിവാദത്തിന് വേണ്ടി എന്നും അറിയില്ല. അതിന് വ്യക്തത വരുത്തേണ്ടത് EDയാണ്, അല്ലെങ്കിൽ മലയാള മനോരമയാണ്. പക്ഷേ ഡെസ്പാച്ച് നമ്പറും സീലുമില്ലാത്ത, സാധാരണ ED അയക്കുന്ന സമൻസിൽ ഡെസ്പാച്ച് നമ്പറും സീലും ഉണ്ടാകും, അത് രണ്ടുമില്ല എന്ന് പറയുന്നത് മാതൃഭൂമി തന്നെയാണ്. അതേസമയം മാതൃഭൂമി പറയുന്നു EDയുടെ ലാവ്ലിൻ അന്വേഷണം മരവിപ്പിലാണ് എന്ന്, അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്ന്. ഇതാണ് മാതൃഭൂമിയുടെ അവസ്ഥ.
മലയാള മനോരമയുടെ അവസ്ഥ, കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ. മലയാള മനോരമ ഒരു വാർത്ത കൊടുക്കുന്നു, ഒന്നാം പേജിലെ ഒന്നാം ലീഡായി ആ വാർത്ത വരുന്നു. ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പോലും നോക്കാതെ ദൃശ്യമാധ്യമ പ്രവർത്തകർ അതിൻ്റെ പുറകെ പോകുന്നു, ദൃശ്യമാധ്യമങ്ങളും അതിൻ്റെ പുറകെ പോകുന്നു. മലയാള മനോരമയിലെ കൊടുത്തത് തെറ്റാൻ സാധ്യതയില്ല എന്നായിരിക്കും ചിലപ്പോൾ മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടാകുക. അതല്ലെങ്കിൽ ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും ഇതിൻ്റെ ഫീഡ് കൃത്യമായി കിട്ടിയിട്ടുണ്ടാകണം പിറ്റേന്ന് രാവിലെ. എന്ന് വെച്ചാൽ മലയാള മനോരമയിൽ ഒന്നാം പേജിൽ വാർത്ത വന്നതിന് ശേഷം ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളിലേക്കും ഇതേ സമൻസിൻ്റെ ഫോട്ടോയും ചിത്രങ്ങളും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാകണം അവരും അത് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ന് വെച്ചാൽ വാർത്ത ശരിയാണോ എന്ന് പോലും നോക്കാതെ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമുണ്ട്, ക്രോസ് ചെക്ക് ചെയ്യുക എന്നത്, അതുപോലും നോക്കാതെ വാർത്ത കൊടുക്കുന്നു. ഇപ്പോഴിതാ മാതൃഭൂമി പറയുന്നു ഈ സമൻസിന് നമ്പറില്ല, അതിൽ സീലുമില്ല എന്ന്. അപ്പോൾ ഈ സമൻസ് ഇഡിയുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് വ്യക്തമായല്ലോ. ആ സമൻസിനെ കുറിച്ചാണ് വലിയ വാർത്ത കൊടുക്കുന്നത് മാധ്യമങ്ങൾ. മാതൃഭൂമി തന്നെ പറയുന്നുണ്ട് മറ്റൊരു വാർത്തയിൽ ഈ സമൻസ് ക്ലിഫ് ഹൗസിൽ നിന്ന് മടക്കുകയായിരുന്നു എന്ന്. അപ്പുറത്ത് പറയുന്നു ഡെസ്പാച്ച് നമ്പറില്ല, സീലില്ല എന്ന്. ഇപ്പുറത്ത് പറയുന്നു മടക്കുകയായിരുന്നു എന്ന്. ഡെസ്പാച്ച് നമ്പറും സീലുമില്ലെങ്കിൽ ഇഡിയുടെ ഓഫീസിൽ നിന്ന് സമൻസ് പുറത്തു പോയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ വാർത്ത മറ്റൊരു വാർത്തയിൽ നിഷേധിക്കുന്നു മാതൃഭൂമി. എന്ന് വെച്ചാൽ പരസ്പര വിരുദ്ധമാണ്. മാതൃഭൂമിയുടെ വാർത്ത നോക്കൂ, അതിങ്ങനെയാണ്: ക്ലിഫ് ഹൗസ് വിലാസത്തിലല്ല താമസിക്കുന്നതെന്നും വിദേശത്താണെന്നും വ്യക്തമായിട്ടും സമൻസ് നൽകുകയായിരുന്നു. ഇങ്ങനെ ഒരാൾ ഈ വിലാസത്തിലില്ലെന്ന് പറഞ്ഞ് സമൻസ് മടക്കുകയായിരുന്നു എന്ന്. മുഖ്യമന്ത്രി പറഞ്ഞത് ക്ലിഫ് ഹൗസിൽ അത്തരമൊരു സമൻസ് കിട്ടിയിട്ടില്ല, ലഭിച്ചിട്ടില്ല എന്നാണ്. അത് ശരിവെക്കുന്ന വാർത്ത കൊടുക്കുന്നുണ്ട് മാതൃഭൂമി. അതേ വാർത്തയെ തന്നെ കൊല്ലുന്ന മറ്റൊരു വാർത്തയും കൊടുക്കുന്നു മാതൃഭൂമി തന്നെ. എന്താ ഇതിനൊക്കെ പറയുക? മാർക്സിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ, തിമിരം ബാധിച്ചവർ എന്ന് മാധ്യമങ്ങളെ ആരെങ്കിലും വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല.